Hi all, welcome back to another video. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യണം. നാളെ നമുക്ക് എക്സാംസ് ചെയ്ത് പോകാനുണ്ട്. സോ ഇന്ന് ഈ ഒരു നൈറ്റ് 1 day ബിഫോർ എക്സാമിനേഷൻ, ഈ ഒരു നൈറ്റ് ഓൾസോ നാളെ മോർണിംഗ് സെഷൻ ഉച്ചക്കാണ് നമുക്ക് എക്സാം വരുന്നത്. സോ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആക്ച്വലി ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യണേ. ആൻഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നന്നായിട്ട് കംഫർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബി ഹാപ്പി, ബി കൂൾ, ഇനഫ് എമൗണ്ട് ഓഫ് ഫുഡ്, ഇനഫ് എമൗണ്ട് ഓഫ് സ്ലീപ്പിംഗ്, നല്ല ചിന്തകൾ, നല്ല കോൺഫിഡൻസ്, സൂപ്പർ ഡ്യൂപ്പർ പ്രയേഴ്സ് ഇത് നമുക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നല്ല അക്സെപ്റ്റൻസ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും CMA ഇന്റർ കമ്മ്യൂണിറ്റിയിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് മെനി ഓഫ് ദം ആർ ആക്ച്വലി പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് ഒക്കെ നമ്മുടെ യൂട്യൂബ് കമൻറ്റ് ഓൾസോ നന്നായിട്ടുണ്ടായിരുന്നു. സോ എനിവേ നമ്മൾ ഒരു എന്ത് പ്രിപ്പറേഷനാണ് നമ്മൾ ഡേ ബിഫോർ എക്സാംസ് എടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമ്മൾ നാളെ എക്സാംസിന് പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു നിങ്ങളുടെ ബാഗിൽ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ആൻഡ് മേക്ക് ഷുവർ രണ്ടോ മൂന്നോ പേന, അതിൽ ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് അല്ലേ. ഫോർ എക്സാമ്പിൾ 1 ബ്ലാക്ക് ആൻഡ് 2 ബ്ലൂ പെൻസ്. സോ ഒരു പേന നമുക്ക് അൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. ആൻഡ് ഒരു പേന ആക്ച്വലി നമുക്ക് എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യാൻ, എന്തെങ്കിലും ഹെഡിങ്സുകൾ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ, എന്തെങ്കിലും കീവേഡ്സുകൾ ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ ആക്ച്വലി അടുത്തൊരു പേന യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 പേന എന്തായാലും നിർബന്ധമായിട്ട് കയ്യിൽ വെക്കുക. പിന്നെ നിങ്ങളുടെ പെൻസിൽ, നിങ്ങളുടെ സ്കെയിൽ, പിന്നെ നിങ്ങളുടെ കാൽക്കുലേറ്റർ. മേക്ക് ഷുവർ നിങ്ങളുടെ കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ആൻഡ് ചില കൂടെ എക്സാം ഹോളിൽ പോയതിനു ശേഷം അവിടുന്ന് വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ ആകെ ടെൻഷനായി. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. യു ക്യാൻ പ്രീ ചെക്ക് യുവർ കാൽക്കുലേറ്റർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ, നാളെ വെള്ളം കൊണ്ടുപോകണം ഹോളിലേക്ക്. സോ ഒരു വാട്ടർ ബോട്ടിൽ, നിങ്ങൾ വെള്ളം അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം. സോ ഒരു വാട്ടർ ബോട്ടിൽ വേണം. പിന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ആൻഡ് ID കാർഡ്. ഓൾസോ നിങ്ങൾ എന്തെങ്കിലും പ്രൂഫ്, ഇപ്പോൾ ID കാർഡ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഏത് സെൻറ്ററിലാണോ പഠിക്കുന്നത് അതിൻ്റെ ടാഗ് ഉണ്ടെങ്കിൽ അത് മതി. അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വാലിഡ് പ്രൂഫ്, ലൈക്ക് നിങ്ങളുടെ പാസ്പോർട്ട് വേണ്ട, ലൈക്ക് വോട്ടർ ID, അതല്ലെങ്കിൽ ആധാർ കാർഡ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, കുറച്ചും കൂടി ക്യാരി ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബാഗിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പാക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ വെക്കുക. സോ ആൻഡ് ഇനിയുള്ള ഈ ഒരു ഹവേഴ്സ് ഇനിയുള്ള കുറച്ച് ഹവേഴ്സ് അത് ഭയങ്കരമായിട്ട് പഠിക്കല്ലേ. ഒന്നും തന്നെ പുതിയത് പഠിക്കരുത് എന്ന് ഞാനൊരു വീക്ക് മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പുതിയ പഠനങ്ങളൊക്കെ. അപ്പോൾ ഇനി ഇന്നൊന്നും പുതുതായിട്ട് പഠിക്കണ്ട. നിങ്ങൾക്ക് നാളെ വരുന്ന എക്സാംസ് ഏതാണ്, ഇപ്പോൾ ലോ ആണെങ്കിൽ നാളത്തെ എക്സാംസിൽ നിങ്ങളുടെ മാപ്പ് ഉണ്ടാവും. മാപ്പ് മീൻസ് നിങ്ങളുടെ സബ്ജക്റ്റിലെ ഓരോ ചാപ്റ്റേഴ്സിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഏരിയ. സോ ആ ഏരിയയിൽ നിങ്ങളുടെ മെയിനായിട്ട് കവർ ചെയ്യേണ്ട ഏരിയാസൊക്കെ നിങ്ങൾ മാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ചാപ്റ്ററിൽ ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്, ആ ഒരു ചാപ്റ്ററിൽ ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. സോ അങ്ങനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് വായിച്ച് നോക്കി, ഒന്ന് സിമ്പിൾ റിവിഷൻസ് മാത്രം. അതിനിടയിൽ എന്തെങ്കിലും പുതിയ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കാൻ നിൽക്കേണ്ട, വിട്ടേക്കുക. ഹൃദയത്തിലേക്ക് എടുക്കേണ്ട, നിങ്ങൾ സെറ്റ് അസൈഡ് ചെയ്ത് മാറ്റി വെക്കൂ. ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുക, ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. മാത്രമല്ല, ബി കൂൾ, ഡോണ്ട് ബി ടെൻസ്ഡ്. അങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതോടുകൂടി ലോകം അവസാനിക്കുന്നൊന്നുമില്ല. നമ്മളൊരു മൈൻഡ് സെറ്റിലാണ് ഉണ്ടാവുക. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഔട്ടർ ലെയറിലേക്ക് വരാൻ ശ്രമിക്കുക. മേ ബി യു ഫീൽ ലൈക്ക് ലിറ്റിൽ മോർ കോൺഫിഡൻസ് ആൻഡ് മോർ ഹാപ്പിനെസ്. സോ ആ ഒരു അതേ മൈൻഡ് സെറ്റ് ഉള്ളിൽ തന്നെ നിന്ന് കളിക്കുന്ന സമയത്ത് യു ഫീൽ ലൈക്ക് ഭയങ്കര, എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് പുറമേക്ക് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് മൈൻഡിൽ അത് തന്നെ ആയിരിക്കാം. മാത്രമല്ല, അതൊരിക്കലും നിങ്ങളെ പ്രൊഡക്റ്റീവ് ആക്കില്ല. നമുക്ക് ഭയങ്കര കൂളായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ് വേണ്ടത്. സോ മൈ ഹംബിൾ സജഷൻ ഈസ്, നിങ്ങൾ അതിൽ നിന്ന് ജസ്റ്റ് ഔട്ട് വരാം. സോ നിങ്ങൾ ഈ നൈറ്റ് നന്നായിട്ട് ഫുഡ് കഴിക്കാം. സോ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഓഫ് സ്ലീപ്പ് എന്ന് വേണം. കുറച്ച് നേരത്തെ എന്ത് ചെയ്യണം, കിടന്നുറങ്ങണം. സോ ആഫ്റ്റർ യുവർ ഫുഡ്, യുവർ പ്രയർ, ആൻഡ് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് കിടന്നുറങ്ങണം. സോ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരുപാട് ചിന്തിച്ച് കൂടി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, വലിയ ഇഷ്യൂ ഉള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഓൾമൈറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള, നിങ്ങൾ എത്ര മാർക്കിനാണോ പഠിച്ചത് അതിന് ഡിസേർവിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. നമുക്ക് നാളെ അത് പോയി കണ്ടെത്തി എഴുതണം. ദാറ്റ് ഈസ് അവർ വെരി ബിഗ് ടാസ്ക്. സോ മെൻ്റലി പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് വൈ ഞാൻ ഇപ്പോൾ പറഞ്ഞത്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ സ്ലീപ്പ് അതിനെ അഫക്റ്റ് ചെയ്ത് നന്നായിട്ട് കിടന്നുറങ്ങുക. സോ ദ വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് കൂളായിട്ട് ഏതെങ്കിലും പോർഷൻ റിവൈസ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാം. സോ ആഫ്റ്റർ ഓൾ നിങ്ങൾ എല്ലാം ഒന്ന് റെഡി ആയതിനു ശേഷം വളരെ നേരത്തെ, എക്സാംസിലേക്ക് വളരെ നേരത്തെ കേട്ടോ, രാവിലെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബാഗും എല്ലതും എടുത്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വളരെ നേരത്തെ കേട്ടോ, ഒരു 1 hour ബിഫോർ എക്സാം ഹോൾ നിങ്ങൾ അവിടെ എത്തണമെന്നാണ് ഞാൻ പറയാം. സോ ഈ ഒരു ജേർണി, ഈ ഒരു ട്രാവലിങ്ങിൽ നിങ്ങളുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ടോപ്പിക് ഡിസ്കഷനോ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റെന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ വളരെ കൂളായിട്ട്
എന്തെങ്കിലുമൊക്കെ ടോപ്പിക് എടുത്തിട്ട് വേണം ഡിസ്കസ് ചെയ്തോളി, നോ പ്രോബ്ലം. എക്സാംസ് റിലേറ്റഡ് ഒരു ടോക്കും ചെയ്യരുത്. ആൻഡ് ബി റെസ്പോൺസിബിൾ ആൻഡ് മേക്ക് ഷുവർ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ടിനെ സെൻഡ് ചെയ്യാം. അവർ റെസ്പോൺസിബിൾ ആവട്ടെ നമ്മുടെ അടുത്ത് സംസാരിക്കാതിരിക്കാനായിട്ട്. നമുക്കും താല്പര്യമില്ല അങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കാൻ. ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എക്സാം ടോക്സ് ഒന്നും വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാമെന്ന് പറയാം. ഇഫ് യു ഹാവ് ഹെഡ്സെറ്റ്, നിങ്ങൾക്ക് ഹെഡ്സെറ്റ് വെക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ വേണമെങ്കിൽ 1 more ടൈം കാണാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലും സോങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാം. സോ ഇഫ് നിങ്ങൾ എൻ്റെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ, എൻ്റെ HBRC ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും റാൻഡം ആയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ ഇല്ലസ്ട്രേഷൻ സോൾവ് ചെയ്യുന്നതോ നിങ്ങൾക്ക് റാൻഡം ആയിട്ട് ഇത് ചിലപ്പോൾ അതന്നെ വന്നാലെന്ന് ചോദിച്ചാൽ വെറുതെ റാൻഡം ആയിട്ട്, കാരണം ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു പ്രോബ്ലമോ പ്രയാസമോ ഒന്നും നമ്മളെ വീഡിയോയിലില്ല. 100% കോൺഫിഡൻസ് ആൻഡ് ഹാപ്പിനെസ് ആണ് സെർവ് ചെയ്യുന്നത്. ഏത് വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ യു ഫീൽ ഹാപ്പിനെസ്, യു ഫീൽ എന്താണ് ഗ്യാരണ്ടീഡ് എമൗണ്ട് ഓഫ് ലേണിംഗ്. അല്ലാണ്ട് ഒരിക്കലും ഒരു സ്ഥലത്ത് പോലും ഒരു തരി പോലും ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഒന്നും തന്നെ ഉണ്ടാവില്ല. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കാണാം. ഇഫ് നിങ്ങൾ നമ്മളുടെ HBRC കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റുഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നോ വറി, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലെയിൻ പേപ്പേഴ്സ് നോക്കാം, നിങ്ങൾക്ക് മ്യൂസിക്സ് കേൾക്കാം, മറ്റെന്തെങ്കിലും അല്ലറ ചില്ലറ ഡിസ്കഷൻസ് ആവാം, വേറെ ക്വയറ്റ് നോർമൽ പോസിബിൾ ടോക്സ് ഒക്കെ ആവാം, നോ പ്രോബ്ലം. ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ക്വസ്റ്റ്യൻ അത് ഇത് അങ്ങനത്തെ ടെൻഷനും വേജാറടിക്കലൊന്നും വേണ്ട. സോ എക്സാം ഹാളിൽ പോകുന്നു, മേക്ക് ഷുവർ നിങ്ങളുടെ പ്ലേസ്, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. സോ നിങ്ങൾക്ക് വാഷ്റൂമിൽ പോകാം, ബി ഹാപ്പി, ബി കൂൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഷോർട്ട് നോട്ട്സുകൾ നിങ്ങൾ എഴുതിയില്ല, ഞാൻ നിർബന്ധമായിട്ടും ക്ലാസ്സിലെ കുട്ടികളുടെ നോട്ട്സ് എഴുതിപ്പിക്കുക, ലെക്ചർ നോട്ട്. അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ലെക്ചർ നോട്ട് ഉണ്ടാവും. സോ നിങ്ങൾക്ക് ആ ലെക്ചർ നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് മറിച്ച് നോക്കാം. നിങ്ങൾക്ക് ഇനഫ് എമൗണ്ട് ഓഫ് വെള്ളം കുടിക്കാം. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നു, എക്സാം ഹാളിലേക്ക് പോകുന്നു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള പരിപാടി ഈ എക്സാം ഹാളിൻ്റെ 3 hours ക്രാക്ക് ചെയ്യലാണ്. സോ എങ്ങനെ ഈ 3 hours ക്രാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫസ്റ്റ് പോയിന്റ് ഈസ് നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റിൽ വേണം ഇരിക്കാനായിട്ട്. ഒന്നും സംഭവിക്കാനില്ല എന്നുള്ള ലെവലിലാണ് നിങ്ങൾ ഈ ഒരു എക്സാം ഹാളിൽ ഇരിക്കേണ്ടത്. ആൻഡ് പോയിന്റ് നമ്പർ 2, മോസ്റ്റ് ഓഫ് ദം ആർ വെരി നെർവസ്, വെരി എന്താ പറയുക, ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള, ഭയങ്കര എന്തോ ആവുന്നില്ല, ബേജാറായി സമാധാനമായിരിക്കും. So be cool, like no problem, man. Whatever happened, no problem. Our teachers with us, our parents with us, everybody with us. നോ പ്രോബ്ലം. ഈ വേൾഡ് അവസാനിക്കുന്നില്ല. ആ ഒരു കൂൾ മൈൻഡ് സെറ്റിൽ ഇരുന്നാൽ മതി. നമ്മൾ യൂണിവേഴ്സിനെ വളരെ പോസിറ്റീവായിട്ടും വളരെ ഹാപ്പി ആയിട്ടും വളരെ അടിപൊളിയായിട്ടും നോക്കി കണ്ടു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് നമുക്ക് തിരികെ വളരെ ഹാപ്പി ആയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഗുഡ് വൈബ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ വളരെ ടെൻഷനായി നെർവസ് ആയി നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ ആ നെർവസ്നെസ്സിനെ ആ ഒരു പറഞ്ഞ എന്താണ് നിങ്ങളുടെ ടെൻഷനെ കൂട്ടാനുള്ള എലമെൻസുകളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാം. ഇഫ് യു ഫീൽ ലൈക്ക് വെരി പോസിറ്റീവ്, എ വെരി ഗുഡ് എമൗണ്ട് ഓഫ് പോസിറ്റീവ്നെസ്, അതായത് നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് അതിലേക്ക് ഞാൻ വരാം. നമുക്ക് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് അതിലുണ്ട് മക്കളെ. നിങ്ങൾ ഓൾമൈറ്റ് നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. അത് നിങ്ങൾ എഴുതി പോന്നാൽ മതി. സോ ഒരു ഗുഡ് എമൗണ്ട് ഓഫ് പെർസ്പെക്റ്റീവ്, ഒരു നല്ല മൈൻഡ് സെറ്റ്, ഒരു കൂളായിട്ട് കാമായിട്ട് ആ ഹാളിൽ ഇരുന്നാൽ മതി. ഇനി എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇന്ത്യയിലെ പ്രീമിയർ ആയിട്ടുള്ള വളരെ പ്രീമിയർ ആയിട്ടുള്ള കൊമേഴ്സ് മേഖലയിൽ 1, 2, 3 റാങ്ക്സ് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 റാങ്കിൻ്റെ ഇൻസൈഡ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഴ്സാണ്. ഈ കോഴ്സിൻ്റെ ഇത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കോഴ്സിൻ്റെ എക്സാംസ് ആണ് നിങ്ങൾ എഴുതുന്നത്. ആൻഡ് ഡോണ്ട് തിങ്ക് ലൈക്ക് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 120 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 100 മാർക്സിന് എഴുതിയാൽ മതി. ഈ 120 മാർക്സിൻ്റെ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അത് എല്ലാതും നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കണം. ഇതെല്ലതും ഞങ്ങൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കണം. ഇതെല്ലതും ഞങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കണം എന്ന് നിങ്ങൾ ഒരിക്കലും വാശി പിടിക്കരുത്. പ്രീമിയർ ആയിട്ടുള്ള കോഴ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസ് നടക്കുമ്പം അവിടെ ഭയങ്കരമായിട്ടുള്ള പല കൈൻഡ് ഓഫ് ഡ്രാമയും ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടക്ട് ചെയ്യും. അതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പിൻ പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ റാങ്ക് ഹോൾഡർ, ദ സോ കോൾഡ് ഹൈലി ബ്രില്യൻ റാങ്ക് ഹോൾഡർ ഓൾസോ 800 out of 800, 400 out of 400, 100 out of 100 കിട്ടിയിട്ടില്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട് ഗെറ്റിംഗ് 90 above മാർക്ക്. അതുപോലില്ല. ഈ റാങ്ക് ഹോൾഡേഴ്സിനൊന്നും 800-ൽ 780 700 മാർക്ക് പോലും കിട്ടുന്നില്ല. ഇറ്റ്സ് റഫ്ലി അബൌട്ട് 500 സംതിങ് ഓർ 600 സംതിങ്, 700 സംതിങ് ഒക്കെ വളരെ റെയർ ആയിട്ട് മാത്രം വന്നല്ലോ റാങ്ക് ഹോൾഡേഴ്സിനൊക്കെ. സോ സാർ എന്താ പറഞ്ഞു വരുന്നത്, ഈവൻ ഈ സോ കോൾഡ് റാങ്ക് ഹോൾഡേഴ്സ് വരെ 100 out of 100 ബ്യൂട്ടിഫുള്ളി നെറേറ്റ് ചെയ്ത് ഇറങ്ങി വന്നവരല്ല. അതുകൊണ്ട് നോ മാറ്റർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ഡ്രാമ കണ്ടിട്ടോടെ നോ പ്രോബ്ലം. സോ ക്വസ്റ്റ്യൻ എടുക്കുക. ദെൻ ഫസ്റ്റ് കൂൾ ഓഫ് ടൈം ആണ്. സോ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യാം.
സോ മേക്ക് ഷുവർ ബി കൂൾ, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, വായിച്ചു നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളെ കില്ലേത് രൂപത്തിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ നോ വറി. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറയുന്നത്, നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ പഠിച്ച, നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതിലേക്ക് നിങ്ങളെ സെർവ് ചെയ്യാൻ പാകത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. നിങ്ങളുടെ സൂപ്പർ 70, സൂപ്പർ 60, സൂപ്പർ 80 ഇതിനെ കണ്ടെത്തി എഴുതലാണ് നിങ്ങളുടെ വർക്ക്. സോ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. 120 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. സോ ഇതിൽ നിന്നും നിങ്ങൾ ജസ്റ്റ് ഒരു 65, 70, 80 മാർക്കിന് അഷ്യൂർ ചെയ്യുക. ഐ എം നോട്ട് ടെല്ലിങ് നിങ്ങൾ 100 മാർക്കിന് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യരുത് എന്നല്ല. നിങ്ങൾ ആ ലെവലിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കരുത്. നിങ്ങൾ 100 മാർക്കിനും എഴുതണം. പക്ഷേ ദ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് യുവർ സൂപ്പർ 60 ആൻഡ് യുവർ സൂപ്പർ 70, ദെൻ യുവർ 75 ആൻഡ് സൂപ്പർ 80 ആൻഡ് ദാറ്റ്സ് യുവർ ഫസ്റ്റ് പ്രയോറിറ്റി. അതിനുശേഷമാണ് നമ്മുടെ 100 മാർക്കിന് എഴുതൽ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ കില്ല് ചെയ്യുന്ന രൂപത്തിൽ ക്വസ്റ്റ്യൻസ് ആവാം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്ട്രീം ലെവൽ കാണുകയാണ്. ഞാൻ ഒരു കാര്യം വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് പറയുകയാണ്. 15 MCQ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിലെ 12 to 13, 14 MCQ ക്വസ്റ്റ്യൻസും സ്റ്റഡി മെറ്റീരിയൽ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾറെഡി സെർവ് ചെയ്തിട്ടുള്ള MCQ ആണ്. സോ ഈ എല്ലാ MCQസിലൂടെയും ഒരു തവണ കടന്നു പോയതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ സ്റ്റുഡൻസ് ഒക്കെ. ആൻഡ് ദാറ്റ്സ് വൈ നോ പ്രോബ്ലം. 15 to 14 ക്വസ്റ്റ്യൻസും ഓർ 13 to 14 ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ടും ആ നമ്മൾ പഠിച്ച് ചെയ്തു വന്ന പാറ്റേണിൽ തന്നെയാണ് ഉണ്ടാവുക. സോ അതിൽ നിന്നും നിങ്ങൾ കറക്റ്റായിട്ട് അതെടുത്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബബിളാണ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ബബിൾ ചെയ്ത് ഡീൽ ചെയ്യുക. ഒരു ക്വസ്റ്റിനോ 2 ക്വസ്റ്റിനോ നമുക്ക് ഒതുങ്ങാത്ത, നമ്മുടെ കൈകളിൽ നിൽക്കാത്ത, നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ട് ഉണ്ടായിരിക്കാം. സോ നോ മാറ്റർ, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒന്ന് കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ആൻസർ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഓർ നിങ്ങൾ ബബിൾ ചെയ്യാതെ വെയിറ്റ് ചെയ്യൂ. നമുക്കിനി ടൈം ഉണ്ടെങ്കിൽ തിരികെ വരാം. പക്ഷേ ഒരിക്കലും വിടരുത്. കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതാണ്. ഏതെങ്കിലുമൊക്കെ കറക്കി കുത്തി ബബിൾ ചെയ്ത് നന്നായിരിക്കും എന്നാണ് പറയാം. സോ ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വെയിറ്റ് ചെയ്യും, ലാസ്റ്റ് നമുക്ക് ചെയ്യാം. നോ പ്രോബ്ലം, മുമ്പോട്ടേക്ക് പോവാം. സോ 1 to 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ബബിൾ ചെയ്താൽ ഉറപ്പാണ് കേട്ടോ. ഈ 1 to 15 ക്വസ്റ്റ്യൻസിൽ ചില ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാവാം, ഇഷ്യൂസ് ഉണ്ടാവാം. സെക്ഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക്ഷൻ ബിയിൽ പ്ലെൻറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിലാകെ നിങ്ങൾ 5 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ മൊത്തം ക്വസ്റ്റ്യനിൽ നിന്നും നിങ്ങളുടെ സിമ്പിൾ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. എന്നിട്ട് ആ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. സോ ഹിയർ നമ്മുടെ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആയി പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള ഒരു ഇനഫ് എമൗണ്ട് ഓഫ് പെർസ്പെക്റ്റീവ്സ് ലഭിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ കുറച്ച് എക്സാം ടിപ്സിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഉൾക്കൊള്ളിക്കാം. സോ എക്സാം ടിപ്സിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചത് 15 MCQs ആണ്. ഞാൻ പറഞ്ഞു ഒരു 13, 14 MCQസും റഫ്ലി ഒരു 12, 13 MCQs നിങ്ങൾക്ക് എന്തായാലും അറിയും. ഒരു 3, 4 MCQs ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. അതും നിങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയലുള്ള പാസ്റ്റ് എന്താ പറയുക, ടെക്സ്റ്റ് ബുക്കിലുള്ള MCQസും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് സെർവ് ചെയ്തിട്ടുള്ള MCQസും. ഇപ്പോൾ നമ്മളെ സ്റ്റുഡൻസ് ആണെങ്കിൽ യു ഹാവ് CA1 ആൻഡ് CA2 ആൻഡ് CA3 കമ്പൽസറി എക്സാംസ് ആണ്. സോ നിങ്ങൾ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന്, ഇത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല സ്പീഡിലും ആക്യുറസിയിലും ഹാപ്പിനെസ്സിലും ഈ MCQs ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി നോർമലി ഒന്ന് പഠിച്ച് നല്ല വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്ത കുട്ടിയാണെങ്കിൽ പോലും 10 മുതൽ 12 MCQs വരെ വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു 2, 3 MCQസിൽ കുറച്ചൊരു പ്രയാസം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിനെ പ്ലേസ് ചെയ്ത സ്ഥലം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിങ്ങളിത് വായിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് MCQസിന് നിങ്ങൾ കില്ല് ചെയ്യുന്ന MCQ ആണെങ്കിലോ നിങ്ങൾ അവിടെ തീരരുത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്, നിങ്ങൾ അങ്ങനെ പേടിക്കല്ലേ. നിങ്ങളുടെ മാർക്ക് സൂപ്പർ 60, സൂപ്പർ 70, 75 ഇത് ഹോളിൽ ഉണ്ട് കേട്ടോ, എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. നിങ്ങളത് കറക്റ്റ് കണ്ടെത്തി പിൻ പോയിന്റ് ചെയ്ത് ഏതിലാണ് നിങ്ങളുടെ പണി. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ യു ഗെറ്റ് എ വെരി ഗുഡ് എമൗണ്ട് ഓഫ് കോൺഫിഡൻസ്. അതുവരെ വെയിറ്റ് ചെയ്യും. സോ ഇതൊരു മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അടുത്തൊരു പോയിന്റ് മനസ്സിലാക്കേണ്ടത് 100 മാർക്കാണുള്ളത്. സോ 100 മാർക്കിന് നമ്മുടെ കയ്യിൽ 180 മിനിറ്റ് ആണുള്ളത്, അതായത് 3 ഹവറാണുള്ളത്. സോ ഫോർ 1 മാർക്ക് യു ഹാവ് 1.8 മിനിറ്റ്. എടാ 1.8 മിനിറ്റ് ആണ് ഒരു മാർക്ക് ഗെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ഭയങ്കരമായിട്ട് താങ്ക്ഫുൾ ആയിക്കൂടെ. കാരണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് 15 MCQs നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ 2016 സിലബസിലെ പോലെ ഒരു MCQക്ക് 1 മാർക്ക് എന്ന പാറ്റേണിലല്ല, ഒരു MCQക്ക് 2 മാർക്ക്. അത് മാത്രമല്ല ആ MCQക്ക് ഒരു തരത്തിലുള്ള എക്സ്പ്ലനേഷണറി നോട്ട്സുകളും ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ 15 MCQs ഇല്ലേ, ഈ 15 MCQs നമുക്ക് സ്പെൻഡ് ചെയ്യാൻ 1.8 ആണ് ഒരു MCQ കിട്ടുന്ന ഒരു മാർക്ക് ലഭിക്കാൻ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞ് അതേ ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു
30 മാർക്കാണുള്ളത്. കാരണം 15 MCQ, ഒരു MCQ 2 മാർക്ക്, 30 മാർക്ക്. സോ അങ്ങനെയാണെങ്കിൽ റഫ്ലി 54 മിനിറ്റ്, ഏകദേശം 30 മാർക്ക് കിട്ടാനായിട്ട് 54 മിനിറ്റ്, ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് സമയം, ഒരു 50 മിനിറ്റ് പിടിച്ചോ, 50 മിനിറ്റ് ടൈം ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമ്മൾ MCQക്ക് 1 മിനിറ്റ് വെച്ച് കൊടുത്തോക്ക്, 1 മിനിറ്റ് കൊടുത്താൽ പോലും 30 മാർക്കിന് 1 മിനിറ്റ്, അരമണിക്കൂർ സമയമുണ്ട് MCQ എടുക്കാനായിട്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു 10, 11, 12 MCQ, വെരി സിമ്പിൾ MCQ. 1 മിനിറ്റ് പോലും ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, സ്പെൻഡ് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ് മക്കളെ, മനസ്സിലായോ? അപ്പോൾ 30 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 55 മിനിറ്റ് ടൈം ഉണ്ട് സ്പെൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി. 10 ക്വസ്റ്റ്യന് 10 മിനിറ്റ്, 12 മിനിറ്റ് സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും 10, 12 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സിംപിളി ചെയ്യാം. പിന്നെ ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്, കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കാം, എന്തെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷെ ഇതൊക്കെ ചെയ്തൊരു കുട്ടിക്കാണെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. ആ 3 ക്വസ്റ്റ്യനെ സിമ്പിളായി ടാക്കിൾ ചെയ്യാൻ പറ്റും. ഐ തോട്ട് 14 രൂപത്തിൽ സെറ്റായിട്ട് ചെയ്യാൻ പറ്റും. സം ടൈം നല്ല പ്രിപ്പറേഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ 15 MCQസും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാം. 10 MCQ ബ്യൂട്ടിഫുൾ ആയി ചെയ്ത കുട്ടിക്ക് പറ്റുന്നത് കിട്ടുന്നില്ലെങ്കിലോ, ടെൻഷൻ അടിക്കരുത്, മുമ്പോട്ട് പോകണം. അത്രേ നമ്മുടെ പ്രിപ്പറേഷൻസ് ആയിട്ടുള്ളൂ. നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല പോസിറ്റീവ്, കാരണം 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 × 2 20 മാർക്കായി. 20 മാർക്ക് ഒരു കുറഞ്ഞ മാർക്കല്ല. പാസ്സാവാൻ ആകെ 40 മാർക്ക്. 10 മാർക്ക് വെറുതെ കിട്ടുന്ന മാർക്ക്. ആ 10 മാർക്ക് 10 MCQസിന് 2 മാർക്ക് വെച്ച് 20 മാർക്ക് കിട്ടിയ കുട്ടിക്ക് ഇനി പാസ്സാവാൻ ആകെ 20 മാർക്ക് മതി. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നിങ്ങൾ എത്ര എന്താ പറയുക പ്രിപ്പറേഷൻസ് ഹെവി ലെവൽ എടുത്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. നോ വറി, നോ വറി. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കല്ലേ. ഞാൻ പറഞ്ഞു നല്ല പഠിച്ചൊരു കുട്ടിയാണെന്നെങ്കിൽ 12 13 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ടോ. സോ 13 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 13 × 2 ഏകദേശം 26 25 മാർക്ക് ഇപ്പോൾ തന്നെ പോക്കറ്റിലായി. നല്ല പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ 15 MCQസ് നല്ല സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ 30 മാർക്സ് ആയി. 30 മാർക്ക് MCQസ് ആയി കഴിഞ്ഞാൽ 40ൽ 10 മാർക്ക് മതി. 10 മാർക്ക് 15 MCQസിനെ കറക്റ്റായിട്ട് സോർട്ട് ചെയ്താൽ 15 × 2 30 മാർക്ക്. 40 മാർക്ക് പാസ്സാവാൻ 10 മാർക്കിന് എത്ര ക്വസ്റ്റ്യൻസ്, ഏകദേശം ഒരു ലെറ്റ് മീ സേ 90 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ നിങ്ങൾ എത്ര മാർക്ക് പാസ്സാവും? 40 മാർക്കിന് പാസ്സാവും. പക്ഷെ നമുക്ക് പാസ്സാവല്ലേ വേണ്ടത്, നമുക്കൊരു എക്സാംഷൻ അടിക്കണം. സോ 60 എബോവ് മാർക്ക് വേണം. അപ്പോൾ തന്നെ കാര്യങ്ങൾ കൂളായി ഉണ്ടാവും. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഒട്ടും ഓക്കെ അല്ലെങ്കിൽ പോലും 10 MCQs നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതുക. സോ 10 × 2 20 മാർക്ക് എന്തായാലും ആയിട്ടുണ്ട്, നോ വറി. സോ ഇനി നിങ്ങൾക്ക് ആകെ വേണ്ടത് 20 മാർക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 50 മാർക്കാണെങ്കിൽ 30 മാർക്ക്, 60 മാർക്കിന് 40 മാർക്ക്. സോ എന്തായാലും ഒരു 60ന് മേലൊക്കെ റേഞ്ച് മാർക്ക് കിട്ടുന്ന രൂപത്തിൽ വേണം പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഒരുപാട് സമയമുണ്ട്. സോ ഇനി നിങ്ങളൊരു ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ ഒരു മാർക്ക് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ 1.8 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ MCQസിൽ എന്തായാലും ടൈം സേവ് ചെയ്യാൻ പറ്റും. യു ക്യാൻ സ്പെൻഡ് 2 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എടുത്താൽ 7 × 2 14 മിനിറ്റ്, റഫ്ലി 15 മിനിറ്റ്. ക്വസ്റ്റ്യൻ വായിക്കാനും ചെയ്യാനായിട്ട് 15 മിനിറ്റ് ടൈം ഉണ്ട്. ഞാൻ പറയുന്നു ഒരു 15, 16, 17 മിനിറ്റിൻ്റെ മേലേക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരിക്കലും അർത്ഥമില്ല. സോ നിങ്ങൾ വിട്ടേക്ക് മുമ്പോട്ടേക്ക് പോവാം. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു അടുത്തൊരു കാര്യം, സോ ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അടുത്തൊരു കാര്യം, ഈ സ്പീഡ് കൂടാതെ അടുത്തൊരു കാര്യം എന്താണ്, ഈ മിസ്റ്റേക്സ് ആണ്. മിസ്റ്റേക്സ് ആർ അക്സെപ്റ്റബിൾ, നോ പ്രോബ്ലം. നിങ്ങൾ ഈ ചെയ്യുന്ന ധൃതിയിൽ തെറ്റിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഓവറായിട്ട് ചെയ്യരുത്, അതിനെ മേലെ എഴുതരുത്, ഇങ്ങനെ കറപ്പിക്കരുത്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒറ്റ വര, ആ എഴുതിയത് തെറ്റാണെന്നോ ആ തെറ്റ് എഴുതിയത് വായിച്ച് നിങ്ങളെ ജഡ്ജ് ചെയ്യുമെന്നോ നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾ ഒറ്റ കട്ട് ചെയ്താൽ നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ടാവും, നിങ്ങളുടെ പാറ്റേൺ അവർക്ക് ഇഷ്ടമാവും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളോടുള്ള ആ ഇമ്പ്രഷൻ അങ്ങോട്ട് പോയി പോകും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഒരു ഹോൾ പാരഗ്രാഫ് വരെ നിങ്ങൾ മണ്ടത്തരം എഴുതി വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി, അത് അടുത്തേക്കാണ്ട് പോവാം. ആ ക്വസ്റ്റ്യൻ കിടന്ന് കൂടുതൽ കളിക്കരുതാണ് ഞാൻ പൊതുവേ പറയാം. അങ്ങനെ ഹോൾ പാരഗ്രാഫ് കട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിമ കിടന്ന് കളിക്കണ്ട, നേരെ മുമ്പോട്ടേക്ക് പോവാം. ആൻഡ് ഡോണ്ട് ബി ടെൻസ്ഡ്. ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ്, നിങ്ങൾ മുമ്പോട്ടേക്ക് പോവാം. നിങ്ങളുടെ സിമ്പിൾ ക്വസ്റ്റ്യൻസുകൾ കണ്ടെത്തി എഴുതാം. അടുത്തൊരു കാര്യം, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്ന് സ്പീഡാണ്. ഓക്കെ, സ്പീഡ് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് മിസ്റ്റേക്സ്. അപ്പോൾ ഓവറായിട്ട് ചെയ്യരുത്, കട്ട് ചെയ്ത് എഴുതിയാൽ മതി. കട്ട് ചെയ്ത് താഴത്ത് എഴുതുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വര വരച്ചിട്ട് വേണമെങ്കിൽ മേലെ എഴുതുക, എന്നാലും കുഴപ്പമില്ല. കട്ട് ചെയ്തതിൻ്റെ മേലെ കൂടി അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. സോ സ്പീഡ്
ഓവർ റൈറ്റിംഗ്. അടുത്തൊരു പോയിന്റ് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഹാൻഡ് റൈറ്റിംഗിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ കൺസേൺഡ് ആവേണ്ട. നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ വായിക്കാൻ പറ്റണം. സ്പെല്ലിങ്സ് ഒക്കെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് വായിക്കാൻ പറ്റണം. ദാറ്റ്സ് ഓൺലി തിങ്. അല്ലാതെ കൂടുതൽ ഹാൻഡ് റൈറ്റിംഗ് ആരും കളിക്കണ്ട. ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കി എഴുതിയതിൻ്റെ പേരൊന്നും മാർക്ക് കിട്ടില്ല. അങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാൻ നിൽക്കണ്ട. പക്ഷേ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചില പോയിന്റ്സിൽ ഞാൻ പറഞ്ഞല്ലോ 2-3 പേന വെക്കണമെന്നല്ലേ. സോ നിങ്ങൾ ബ്ലൂ പെൻ എഴുതണമെങ്കിൽ ബ്ലാക്ക് എഴുതി നിങ്ങൾക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓർ നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാം, ABCD പോയിന്റ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? അടുത്തൊരു പോയിന്റ് സീക്വൻസിങ് ആണ്. അതായത് നിങ്ങൾ സെക്ഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ക്വസ്റ്റ്യൻ ഒന്നെടുത്ത് അതിൽ ABC ഉണ്ടാവും, അതേപോലെ 2 ABC നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും 1 B, 2 C, 3 A, 4 B അങ്ങനെ എഴുതാൻ നിൽക്കരുത്. എപ്പോഴും ഒരു സീക്വൻസ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഒരു സീക്വൻസ് ഫോളോ ചെയ്യുക മീൻസ് ലൈക്ക് ഒന്നെടുത്ത് അതിൽ A ചെയ്യുക, B ചെയ്യുക, C നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ C അവിടെ ഇട്ടിട്ട് വെറുതെ വിട്ടേക്കും, പിന്നെ വന്നിട്ട് എഴുതാം. അതല്ല B അറിയില്ല, Aയും Cയും അറിയാം, സോ നിങ്ങൾക്ക് A എഴുതാം. വേണമെങ്കിൽ B ഇടാനുള്ള സ്പേസ് വിട്ടിട്ട് നേരെ C എഴുതാം, അല്ലെങ്കിൽ C എഴുതാം, Bക്കുള്ള സ്പേസ് അവിടെ വിട്ടാൽ മതി. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എപ്പോഴും ഒരു സീക്വൻസ് ഫോളോ ചെയ്യാം. ആൻഡ് സീക്വൻസ് ഫോളോ ചെയ്യുന്ന ഓൾവേസ് അത് 1, 2, 3, 4 ആ ഓർഡറിൽ ചെയ്യണമെന്ന് വെച്ചാൽ ആൻസർ ഇസ് നോ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആദ്യം 2 ചെയ്യുക, പിന്നെ 1 ചെയ്യുക, പിന്നെ 5 ചെയ്യുക, പിന്നെ 4 ചെയ്യുക, പിന്നെ 3 ചെയ്യുക, അല്ലെങ്കിൽ 2 ചെയ്യുക. ആ ഒരു സീക്വൻസ് അങ്ങനെ ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ എന്ത് ചെയ്യുക, 2, 3, 4 ചെയ്തിട്ട് പിന്നെ 1, 5 ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്നാലും നല്ലൊരു ഗുഡ് എമൗണ്ട് ഓഫ് സീക്വൻസ് ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. അടുത്ത പോയിന്റ്, അറ്റംപ്റ്റ് ഓൾ ദി ക്വസ്റ്റ്യൻസ്. ഓൾ ദി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ടൈം മാനേജ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒന്നും അറിയുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും എഴുതി വെക്കുക. നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ഇഫ് യു ഹാവ് ഇനഫ് ടൈം ട്ടോ. നിങ്ങൾക്ക് ഒന്നും അറിയില്ല, പക്ഷേ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് എഴുതി വെക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ എക്സാം ഇൻസ്ട്രക്ഷൻസ്. ഇനി എനിക്ക് പെട്ടെന്ന് മെമ്മറിയിൽ ഒന്നും ഓർമ്മയിൽ വരുന്നില്ല. സോ നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ചെയ്യുക. സോ ആൻഡ് ഫൈനലി നിങ്ങൾ എല്ലതും കറക്റ്റ് ആയിട്ടാണോ എഴുതിയിട്ടുള്ളത്, സൈൻ ചെയ്യുന്നത് സൈൻ ചെയ്തിട്ടുണ്ടോ, നമ്പേഴ്സ് കറക്റ്റ് ഉണ്ടോ, ക്വസ്റ്റ്യൻസിൻ്റെ എന്താ പറയുക നമ്പേഴ്സൊക്കെ മാറിയിട്ടുണ്ടോ, ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ കുറേ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ ഒന്ന് നല്ലപോലെ നോക്കി എല്ലതും ഒന്ന് റീചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, അവിടെ ആൻസർ ഷീറ്റ് അവിടെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് എക്സാം ഹോളിൽ നിന്ന് ഔട്ട് ചെയ്യാം. സോ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു കാരണവശാലും മറ്റുള്ള കുട്ടികളെടുത്ത് നിങ്ങൾ സംസാരിക്കേണ്ട. മീൻസ് ലൈക്ക് എക്സാം ടോക്സ് വേണ്ട. കാരണം എക്സാം ടോക്ക് നിങ്ങൾ ഇനി ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് സെവറൽ റീസൺസ് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, എന്നാലും ഒരു മോഡറേറ്റ് ലെവലിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ആൻഡ് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 ഔട്ട് ഓഫ് 100 വളരെ രസകരമായിട്ട് എഴുതാൻ പറ്റണമെന്നില്ല. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് ഒരു 60-65 മാർക്ക് നല്ല രസകരമായിട്ട് എഴുതാൻ പറ്റി, പിന്നെ ഒരു 10-15 മാർക്കിന് വലിയൊരു കുഴപ്പമില്ല, പിന്നെ ഒരു 10 മാർക്കിനൊക്കെ തട്ടിക്കൂട്ടി എഴുതിയാണ് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഓഫ് മാർക്ക് അവിടെ നിന്ന് കിട്ടും. അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി റാങ്ക് ഹോൾഡർ കഥയും എല്ലതും പറഞ്ഞു തന്നില്ലേ. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. MCQs ഓൾറെഡി 12 MCQs ഒരു 10-25 മാർക്കിൻ്റെ MCQ സെറ്റാണ്. പിന്നെ ഇത്രയും എഴുതിയെന്നൊരു 10-35 മാർക്ക് സെറ്റാണ്. സോ ഒരു 60 മാർക്കിനുള്ളതൊക്കെ നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങൾ എത്ര പഠിച്ചിട്ടില്ലെങ്കിലും അത്ര ഓക്കെ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടാനുള്ളതായിട്ടുണ്ട്. സോ നിങ്ങൾ ഇനിയൊരു കാരണവശാലും ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിന് സംസാരിക്കാതിരിക്കുക. കാരണം കൂടുതൽ പെർഫോം ചെയ്ത ആൾക്കാർ പലതും പറയും, അത് കേൾക്കും, നമുക്ക് ടെൻഷൻ അടിക്കും. അതൊരു പക്ഷേ നാളത്തെ എക്സാമിനെ നമുക്ക് ഭയങ്കരമായിട്ട് ബാധിക്കും. സോ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ എക്സാംസ് നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുത്തിയ ഒരു പക്ഷേ നമ്മൾ ഗ്രൂപ്പ് 1ലേക്ക് ചുരുങ്ങും, അല്ലെങ്കിൽ ഗ്രൂപ്പ് 2ലേക്ക് മാത്രം ചുരുങ്ങും. അങ്ങനെ പലതരത്തിലുള്ള ഡിസിഷൻസ്, ഭയങ്കര ക്വിക്ക് ഡിസിഷൻസ് എടുക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ബി ക്വൈറ്റ് കാം, നോ പ്രോബ്ലം, സംസാരിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് നെവർ എവർ ടേക്ക് എ ഫൂളിഷ് ഡിസിഷൻസ്. അത് ഒരിക്കലും എടുക്കരുത്. അത് എഴുതാതിരിക്കുക, നാളെ ഞാൻ എക്സാം എഴുതണ്ട, അങ്ങനെ ഒരിക്കലും പറയണ്ട. പല ആൾക്കാരും ഭയങ്കര വിയേർഡായിട്ടുള്ള ഭയങ്കര രസകരമായ തോട്ട് പ്രോസസ് ഒക്കെ ഉണ്ടാവും. വെറുതെ നാളെ രാവിലെ നേരത്തെ നീച്ച് എക്സാമിന് വന്നാൽ പൈസ എന്തിനാ കൊണ്ടേ കളയുന്നു, നമുക്ക് ഈ എക്സാം എഴുതുന്ന അടുത്ത അറ്റംപ്റ്റ് പഠിച്ച് നല്ല സെറ്റപ്പായിട്ട് എഴുതാം. ദയവ് ചെയ്ത് അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ചിന്തിക്കല്ലേ. അതൊക്കെ മണ്ടത്തരാന്ന് മാത്രം സാറ് പറയും. നിങ്ങൾ ഇനി എന്ത് ചിന്തിച്ചാലും അത് മണ്ടത്തരാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എക്സാംസ് ചെയ്തു. കാരണം വാട്ട് എവർ ഹാപ്പൻ ഫോർ ദ ബെസ്റ്റ് എന്ന് വേണം പറയാം. അത് സംഭവിക്കട്ടെ, നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട. നിങ്ങൾ ഒന്നാമത്തെ കാര്യം ഹോളിൽ നിന്ന് ഇറങ്ങിയിട്ട് ആരും സംസാരിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ അടിപൊളിയാണ്, ചെയ്തിട്ടുണ്ട്, ദറ്റ്സ് ഫൈൻ. ഇനി മറ്റ് ഡിസ്കഷനിലേക്കൊന്നും വേണ്ട. അടുത്ത എക്സാംസിന് വേണ്ടി പോയിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ബി ക്വൈറ്റ്. ഇത് റിപ്പീറ്റഡ്ലി നിങ്ങൾ എല്ലാവരും ചെയ്യാം. എല്ലാ എക്സാംസും കേട്ട് നമുക്ക് തന്നെ വേണമെങ്കിൽ ചർച്ച ചെയ്യാം. ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഒക്കെ മറ്റുള്ള ഫാക്കൽറ്റീസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്ത് തരും. ദാറ്റ് ടൈം നമുക്ക് ക്രിറ്റിസിസം പല കാര്യങ്ങളും വേണമെങ്കിൽ ചെയ്യാം. അതുവരെ ഇതൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഡോണ്ട് ടേക്ക് യു ഫോളിഷ് ഡിസിഷൻ. ആൻഡ് മേക്ക് ഷുവർ നിങ്ങൾ ഇൻസൈഡ് പറയൂ, ദിസ് ഇസ് യുവർ ബെസ്റ്റ് എന്താ പറയുക അറ്റംപ്റ്റ് ഇൻ യുവർ ലൈഫ്. ഇതൊരു അടിപൊളി ബെസ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണ്. ഈ അറ്റംപ്റ്റ് തന്നെ ഞാൻ ക്രാക്ക് ചെയ്യും എന്ന ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് വളരെ പോസിറ്റീവ്സിൽ മുമ്പോട്ട് പോവാം. ഹാപ്പി ലേണിംഗ്. ബൈ.